ഓം മഴകൊടു ഭാരതയുദ്ധമദ്രിയിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പുകൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. അരുമറനാലുമൊരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനും പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർ നാവിലും ഒഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരിയോ. നമ്മൾ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ ഭഗവത്ഗീത 4 ഭാഗങ്ങളാണ് പഠിച്ചു നിർത്തിയത്. ഭഗവത്ഗീത തന്നെ നമ്മൾ തുടരുകയാണ്. ഭഗവത്ഗീത തുടരാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മഹായുദ്ധത്തിൻ്റെ വക്കിലാണ്, അല്ലേ? നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ പുത്തൻ തലമുറ നിരായുധരായി യാതൊരുവിധമായ മനസ്സുറപ്പുമില്ലാതെ, യാതൊരുവിധമായ അറിവുമില്ലാതെ ഈ കുരുക്ഷേത്രമാകുന്ന, കലിയുഗമാകുന്ന കുരുക്ഷേത്രത്തിൻ്റെ ആ യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്. അർജുനനെ പോലെ, വിഷാദരോഗിയായി തീർന്ന അർജുനനെ പോലെ. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ആരാധ്യനായ ശ്രീ KT ജലീൽ സാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ഓർത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ പറയുമ്പോൾ അത് വർഗീയതയുടെ ഭാഗമാകും. KT ജലീൽ പറഞ്ഞപ്പോൾ അത് ശരിക്കും ധാർമ്മികതയുടെ ഭാഗമായി. ഇതിനു മുമ്പ് ഇതേ കാര്യം തന്നെ കുറച്ചുകൂടി വിസ്തരിച്ച് നമ്മുടെ മുൻ പോലീസ് IPS ഓഫീസറായിരുന്ന സിബി മാത്യു സാറും പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ. സനാതനധർമ്മ വിശ്വാസികളുടെ പുത്തൻ തലമുറയ്ക്ക് പറ്റിയ കോട്ടം, അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം നൽകാൻ ആരുമില്ല. അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസമില്ല. KT ജലീൽ സാവ് പറഞ്ഞ വാക്ക് അങ്ങനെയല്ല എങ്കിൽ പോലും അതിനകത്തെ പ്രധാന കാര്യം ഇതാണ്: നമുക്ക് ആത്മീയ വിദ്യാഭ്യാസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഒരിക്കലും നമുക്ക് എതിർക്കാൻ കഴിയില്ല. വളരെ ശരിയായൊരു കാര്യമാണ്. ആത്മീയ വിദ്യാഭ്യാസത്തിന് നമ്മൾ ചില ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കാൻ പോലും മാതാപിതാക്കൾക്ക് മടിയാണ്. കാരണം ഞായറാഴ്ച ദിവസം അവർക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, ട്യൂഷനുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ ആ മാതാപിതാക്കൾ അറിയുന്നില്ല നമ്മുടെ കുട്ടികൾ ഒരു ദുരന്ത ഭൂമിയിൽ, ഒരു യുദ്ധഭൂമിയിൽ നിസ്സഹായരായി നിൽക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്നറിയാതെ. ചിലർ അങ്ങോട്ട് ചാടുന്നു, ചിലർ ഇങ്ങോട്ട് ചാടുന്നു. ചിലർ നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഭാഗമായി മാറുന്നു. ഒന്നീ ലവ് ജിഹാദിൽ പെടുന്നു, അല്ലെങ്കിൽ നാർക്കോട്ടിക്, രണ്ടിലേതെങ്കിലും ഒന്നിൽ പെടുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം കൂടി KT ജലീൽ സാവ് പറഞ്ഞു കഴിഞ്ഞു. നിത്യവും ആത്മീയ പഠന ശിബിരത്തിൽ വരുന്ന അവരുടെ സഹോദരങ്ങളാണ് നാർക്കോട്ടിക് കൈമാറ്റത്തിലെ കച്ചവടക്കാരെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നമ്മളിനി അത് പറയേണ്ട കാര്യമില്ല. അപ്പം അത് ഉപഭോഗ വസ്തു, ആ ഉപഭോഗത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അവരെന്ത് ചെയ്താൽ, എന്ത് കിട്ടിയാലും അതൊക്കെ സ്വീകരിക്കും. ഈ അവസ്ഥയിൽ നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ: അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം പകർന്നു നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അതിൻ്റെ ഭാഗമായി ബാലഗോകുലം ക്ലാസ്സുകളുണ്ട്, അല്ലേ? പക്ഷെ അവിടെ നമ്മുടെ കുട്ടികളെ അയക്കാറില്ല. നമ്മളെപ്പോഴും കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ സഹോദര സമുദായങ്ങളെയാണ്, അല്ലേ? നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ കുട്ടികൾ വെള്ളിയാഴ്ച ഓത്തുപള്ളിക്കൂടത്തിൽ പോയി അവരവരുടെ ധാർമ്മികമായ വിദ്യാഭ്യാസം നേടുന്നു, ആത്മീയമായ വിദ്യാഭ്യാസം നേടുന്നു, മതപരമായ വിദ്യാഭ്യാസം നേടുന്നു. ക്രിസ്ത്യൻ കുട്ടികൾ സൺഡേ സ്കൂളിൽ 99% കുട്ടികളും പോയി അവരുടേതായ വിദ്യാഭ്യാസം നേടുന്നു, ആത്മീയ വിദ്യാഭ്യാസം. നമ്മുടെ കുട്ടികളോ? ബാലഗോകുലം ക്ലാസ്സുകൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് തന്നെ വലിയ പ്രശ്നങ്ങളാണ്. വേണ്ട, നിങ്ങൾ ആത്മീയ ക്ലാസ് നടത്തുക, അതും പ്രശ്നങ്ങളാണ്. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഈ വിപ്ലവ ഗാനങ്ങളുടെ ഭൂമിയായി മാറുകയാണ്. ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ ഈ ഭഗവാനൊക്കെ, പണ്ട് ഭഗവാനെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി, എനിക്ക് തോന്നുന്നത് വിഷ്ണുവും ശിവനും ഒക്കെ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയും ഒക്കെ ആയി മാറുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും ശരി തന്നെ, ഞാനിത് ഭഗവത്ഗീത പഠിപ്പിക്കാൻ തീരുമാനിച്ചു തന്നെ. ആദ്യം നമ്മൾ ഓൺലൈനിൽ കൂടെ പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തൊരു വഴിയാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ. ഇപ്പോൾ എല്ലാവരത്തേക്കും എത്തും അത്. പക്ഷേ എല്ലായിടത്തേക്കും അത് എത്തണമെങ്കിൽ നിങ്ങൾ കേൾക്കുന്നവർ ഇത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് പങ്കുചേർക്കണം.
നമ്മുടെ കുട്ടികൾക്കല്ലാതെ മറ്റ് മാർഗ്ഗമില്ല. എല്ലാവരുടെയും കൈകളിൽ ഇതിട്ടെ ഒരു പ്രാവശ്യം കേൾക്കാൻ തുടങ്ങിയാൽ, അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അവർ തന്നെ പഠിക്കാൻ തുടങ്ങും. കാരണം ഇതത്ര മഹത്തരമാണ്. ഒരു വിഷാദരോഗിയായി തീർന്ന ഒരു മനുഷ്യനെ കൊണ്ട് കർമ്മയോഗിയാക്കി മാറ്റുന്ന ഒരു മഹത്തായ ഗ്രന്ഥം, നമ്മളെയൊക്കെ കർമ്മയോഗികളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു യഥാർത്ഥ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് 142 രാജ്യങ്ങൾ ഇപ്പോൾ ഭഗവത്ഗീത പാഠ്യവിഷയമാക്കിയിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് മാത്രമേ ലോകം മുന്നോട്ട് പോകൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ദുര്യോധന ആത്മവിശ്വാസത്തോടെ തൻ്റെ സേനയെ ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തുകയാണ്. യോദ്ധാക്കളെ, യുദ്ധത്തിൽ സദാ വിജയിക്കുന്ന ദ്രോണാചാര്യരെ പോലെയുള്ള അങ്ങുണ്ട്, അല്ലേ? ഭീഷ്മരുണ്ട്, കർണനുണ്ട്, കൃപരുണ്ട്, അശ്വത്ഥാമാവുണ്ട്, വികർണനുണ്ട്, സോമദത്തൻ്റെ പുത്രനായ ഭൂരിശ്രവസുണ്ട്. അതുമാത്രമല്ല, എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നവരായി ഇനിയുമുണ്ട് പല യോദ്ധാക്കളും, അല്ലേ? നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമായ അനേക പേര് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. മരിക്കാനാണെന്ന് ഉറപ്പായി, ഇല്ലേ? യുദ്ധഭൂമിയിലെത്തുന്നത് മരിക്കാൻ വേണ്ടിയാണ്. രക്ഷപ്പെട്ട ഭാഗ്യം. എന്നിട്ട് തൻ്റെ സേനയെയും തൻ്റെ സേനയും പാണ്ഡവസേനയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് ഇപ്പോൾ അടുത്ത ശ്ലോകത്തിൽ. എന്താണെന്ന് നോക്കാം, ഇല്ലേ? നമുക്ക് ആ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. അപര്യാപ്തം തത് അസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തു ഇദം ഏതേഷാം ബലം ഭീമാഭിരക്ഷിതം. ആ പദച്ഛേദം ഒരിക്കൽ കൂടി നോക്കിക്കോളൂ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തു ഇദം ഏതേഷാം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ശ്ലോകം: അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അതിൻ്റെ ആ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. എന്താണ്? യാതൊന്ന് ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ, തത് അങ്ങനെ ഇരിക്കുന്ന, അസ്മാകം നമ്മുടെ, ബലം ശക്തി സേനാബലം, അപര്യാപ്തം അളവറ്റതാണ്. അപര്യാപ്തം എന്ന് വെച്ചാൽ അളവറ്റതാണ്, അല്ലേ? ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സേനാബലം അളവറ്റതാണ്. ഒപ്പം തന്നെ ഒരു മനസ്സിന് സാന്ത്വനം വരാൻ വേണ്ടി പറയുന്നതായിരിക്കാം, ഭീമാഭിരക്ഷിതം എന്നാൽ ഭീമനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഏതേഷാം ഇവരുടെ, ഇതം ബലം തു ഈ സൈന്യബലം ആകട്ടെ, പര്യാപ്തം പരിമിതമാണ്. അപ്പം അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെടുന്ന ഈ സേനാബലം സുരക്ഷിതവുമാണ്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യം വളരെ പരിമിതമാണെന്നാണ് ദുര്യോധനൻ്റെ കണ്ടെത്തൽ. ശരിയാണ്, അക്ഷൗഹിണികൾ കണക്ക് കൂട്ടിയാൽ കുറവാണ്, എണ്ണത്തിൽ കുറവാണ്. പക്ഷേ പാണ്ഡവപക്ഷത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ധർമ്മം പാണ്ഡവപക്ഷത്താണ്. എവിടെ ധർമ്മമുണ്ടോ അവിടെ ഭഗവാനും ഉണ്ടാവും. ഭഗവാനും പാണ്ഡവപക്ഷത്താണ്. ഇത് ദുര്യോധനന് മനസ്സിലാവാത്ത കാര്യമാണ്. കാരണം അജ്ഞന്മാർക്ക് ഭഗവാനെയോ ധർമ്മത്തെയോ തിരിച്ചറിയാൻ കഴിയില്ല. 2 കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുമ്പോൾ തൻ്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മ പിതാമഹൻ്റെ തഴക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചയമൊന്നുമില്ലാത്ത ഭീമൻ രക്ഷിക്കുന്നതുമാണ്. ഭീഷ്മരോടൊത്ത് നോക്കുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ്. ദുര്യോധന എന്നും ഭീമനോട് അസൂയുണ്ട്. അതുകൊണ്ടായിരിക്കണം ആ വേട് ഉദ്ദേശിച്ചത്, ഭീമനോടുള്ള ദേഷ്യവും അസൂയയും. കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം, അല്ലേ? അഴിഞ്ഞുഴഞ്ഞു കിടക്കുന്ന പാഞ്ചാലിയുടെ മുടിക്കെട്ടും ഭീമൻ്റെ ശക്തിയും 2 പേരുടെ കാര്യം ഭീമൻ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്ന് ദുര്യോധൻ്റെയും ഒന്ന് ദുശാസനൻ്റെയും, അല്ലേ? അത് ദുര്യോധനൻ അറിയാം. അതുകൊണ്ടാണ് ഭീമനെക്കുറിച്ച് ദുര്യോധൻ്റെ ഇത് ഒരു വാക്ക്, അല്ലേ? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തുലം ഏതേഷാം ബലം ഭീമാഭിരക്ഷിതം. അടുത്ത ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മം ഏവ അഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അല്ലേ? ഒന്നുകൂടെ നോക്കിക്കോളൂ അതിൻ്റെ പദച്ഛേദം. അയനേഷു
ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മം ഏവ അഭിരക്ഷന്തു ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഇതാണ് ആ ശ്ലോകം. നമുക്കൊരിക്കൽ കൂടി ആ ശ്ലോകം നോക്കിക്കോളൂ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. സർവേ ഭവന്തഃ ഏവ ഹി. നിങ്ങളെല്ലാവരും, സർവേ ഭവന്തഃ ഏവ ഹി, നിങ്ങളെല്ലാവരും, സർവേഷു ച അയനേഷു, എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും, അതാണ് സർവേഷു ച അയനേഷു, എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും യഥാഭാഗം വേണ്ടുന്നിടത്ത്, വെവ്വേറെയായി സജ്ജീകരിക്കപ്പെട്ടിടത്ത്, അവസ്ഥിത നിന്നുകൊണ്ട്, ഭീഷ്മം ഏവ ഭീഷ്മനെ തന്നെ അഭിരക്ഷന്തു രക്ഷിക്കണം. കാരണം സർവ്വസൈന്യാധിപനാണ്. യുദ്ധത്തിൽ സർവ്വസൈന്യാധിപനെ സംരക്ഷിക്കേണ്ടതാണ് ആദ്യത്തെ സേനയുടെ ഉത്തരവാദിത്വം. കാരണം അവിടെ നിന്നാണ് എല്ലാ കമാൻഡുകളും പോകുന്നത്. അപ്പോൾ അവിടെ രക്ഷ ഉണ്ടെങ്കിൽ, അവിടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സേനയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദുര്യോധൻ അത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുകയാണ്, എല്ലാവരും തന്ത്രപ്രധാനമായ സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണതാണ്, അല്ലേ? അതായത് താൻ ഭീഷ്മനെ പുകഴ്ത്തി പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയായി കരുതരുത്, അങ്ങനെ വരികയും ചെയ്യരുത്. ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോട് സന്ദർഭാനുസരണമായിട്ടാണ് ഇടപെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുണം അതാണ്. നല്ല ഒരു നയചാതുര്യനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഗുരുത്വദോഷിയാണ്. ഇതേ ഉള്ളു പ്രശ്നം, ഇല്ലേ? നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഗുരുത്വമില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല, ഇല്ലേ? ഇവിടെ ദുര്യോധനെയും പാണ്ഡവരെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ദുര്യോധൻ്റെ കുറ്റമായിട്ട് നമുക്ക് കാണാനും പറ്റില്ല. എന്തുകൊണ്ടാണത് സംഭവിച്ചത് അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ദുര്യോധനാദികൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? അത് നമ്മൾ എന്നും പഠിച്ചു വയ്ക്കുക. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ദുര്യോധനന്മാർ ഇങ്ങനെ ആയതും പാണ്ഡവർ അങ്ങനെ ആയതും? കാരണം പാണ്ഡവർക്ക് അച്ഛനില്ലായിരുന്നു, അല്ലേ? അച്ഛൻ മരിച്ചുപോയി. ഒരമ്മയാണ് അവരെ പരിപാലിച്ചത്. പക്ഷേ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ തൻ്റെ മക്കളെ പരിപാലിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞ എന്തുകൊണ്ടാണ്? ആ അമ്മയ്ക്ക് കണ്ണുകളുണ്ടായിരുന്നു, കാഴ്ചയുണ്ടായിരുന്നു, തൻ്റെ മക്കളുടെ ഓരോ ചെയ്തികളും കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ അവിടെ മറ്റൊരുത്ത് എന്ത് പറ്റി? തൻ്റെ പാതിവൃത്യമെന്ന സ്വാർത്ഥ മനോഭാവത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഗാന്ധാരി തൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി. അമ്മയുടെ കണ്ണ് എവിടെയാണോ മൂടപ്പെടുന്നത് അവിടെ കുട്ടികളുടെ പാലനം വളരെ മോശമായിരിക്കും. എവിടെയും പഠിച്ചോളൂ, അച്ഛനല്ല കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്നത്, അമ്മയാണ്. അമ്മയാണ് കുട്ടികളെ സംസ്കാരം പഠിപ്പിക്കുക. അത് കാരണം അമ്മ അത്രമാത്രം മഹത്താണ്. അമ്മ എന്താണെന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും, അമ്മ എന്താണെന്ന് അറിയുമ്പോൾ. അപ്പം ഇവിടെ ഗാന്ധാരി ഏത് നിമിഷമാണോ കണ്ണു മൂടപ്പെട്ടത് ആ നിമിഷം മുതൽ വരാൻ പോകുന്ന അവരുടെ തലമുറ, അതിൻ്റെ ആ തലമുറ നശിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മാതാക്കൾ, നമ്മുടെ അമ്മമാർ അവരുടെ കണ്ണുകൾ ഒരിക്കലും മറയ്ക്കാതിരിക്കട്ടെ. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കഴിയട്ടെ. ഇത് കൊണ്ടാണ് അങ്ങനെയായത്. ഞാനത് ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രം. എങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തീർച്ചയായിട്ടും ആ പുത്ര ബന്ധത്തെക്കുറിച്ച് തീർച്ചയായും നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഇവിടെ ഈ 2 ശ്ലോകങ്ങളിൽ ഇത് അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മം ഏവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും ഈ 2 ശ്ലോകം തീർച്ചയായും മനസ്സിൽ വയ്ക്കുക. നമ്മൾ ഭഗവത്ഗീതയുടെ യഥാർത്ഥ ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഒരു വിശദീകരണം മാത്രമാണ്, അല്ലേ? എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ കഴിയുന്നത്ര എല്ലാവരിലേക്കും ഇതെത്തിക്കാൻ ശ്രമിക്കുക. ഹരി ഓം.